പല ജനറൽ ആശുപത്രിയിൽ ഹൃദ്രോഗ വിഭാഗത്തിൽ ഡോക്ടർ ഇല്ലാത്തത് രോഗികളെ ദുരിതത്തിലാക്കുന്നു. ജനറൽ ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റിനെ കാഞ്ഞിരപ്പള്ളി സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയതോടെയാണ് പാലായിൽ ഹൃദ്രോഗ വിഭാഗത്തിന്റെ പ്രവർത്തനം നിലച്ചത്. ഇതോടെ വിലപിടിപ്പുള്ള പരിശോധന യന്ത്രങ്ങളും കെട്ടിടവും ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ഹൃദ്രോഗ വിഭാഗത്തിന്റെ പ്രവർത്തനം നിലച്ചതോടെ പരിശോധനാ യന്ത്രങ്ങളും കെട്ടിടവും പൊടിപിടിച്ച് കിടക്കുന്ന സ്ഥിതിയിലായി. മുമ്പ് ഒട്ടേറെ ഡോക്ടർമാർ ഇവിടെ സേവനം ചെയ്തിരുന്നു. പിന്നീട് പലപ്പോഴായി മറ്റിടങ്ങളിലെ ആശുപത്രികളിലേക്ക് മാറ്റിയതിനെ തുടർന്ന് ഈ വിഭാഗം ക്രമേണ ഇല്ലാതാവുകയായിരുന്നു. കാഞ്ഞിരപ്പള്ളിയിലേക്ക് ഡോക്ടറെ മാറ്റിയതിനു ശേഷം കുറച്ചു നാളത്തേക്ക് ആഴ്ചയിൽ ഒരു ദിവസം കാർഡിയോളജിസ്റ്റ് എത്തിയിരുന്നതിനാൽ OP പ്രവർത്തിച്ചിരുന്നു. ആ ഡോക്ടർ വിരമിച്ചതോടെ അതും നിലച്ചു. MB ഫണ്ട് ചെലവഴിച്ച് ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ എക്കോ മിഷൻ ഉപയോഗരഹിതമായിട്ടും നാളുകളായി. സമീപ പ്രദേശത്ത് സർക്കാർ മേഖലയിലുണ്ടായിരുന്ന ഏക ഹൃദ്രോഗ ചികിത്സാ വിഭാഗമായിരുന്നു പാലായിലേത്. ദിവസേന 500-ലധികം രോഗികൾ ചികിത്സയ്ക്കെത്തിയിരുന്ന കാലമുണ്ടായിരുന്നു. ചികിത്സ നിലച്ചതോടെ സ്വകാര്യ ആശുപത്രികളിലെ വലിയ ചിലവേറിയ രോഗനിർണയ ചികിത്സാ വിഭാഗങ്ങളെ ആശ്രയിക്കേണ്ട സ്ഥിതിയിലായി രോഗികൾ. 13 വർഷം മുമ്പ് ജനറൽ ആശുപത്രിയിൽ ഹൃദ്രോഗ ചികിത്സാ വിഭാഗം വിപുലപ്പെടുത്തുന്നതിനായി കാത്ത് ലാബ് ആരംഭിക്കുന്നതിന് പദ്ധതി വിഭാവനം ചെയ്യുകയും ഇതിനായി പ്രത്യേക കെട്ടിടവും പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ കാത്ത് ലാബ് വന്നില്ലെന്ന് മാത്രമല്ല, OP വിഭാഗവും കൂടി ഇല്ലാതാവുകയായിരുന്നു. കാത്ത് ലാബിന് മാത്രമായി നിർമ്മിച്ച കെട്ടിടഭാഗം വെറുതെ കിടക്കുകയാണ്. ജനറൽ ആശുപത്രി സ്റ്റാഫ് പാറ്റേൺ പ്രകാരം ഹൃദ്രോഗ വിഭാഗം ഉണ്ടായിരിക്കേണ്ടതാണ്. OP വിഭാഗമെങ്കിലും പുനരാരംഭിക്കണമെന്നും മാറ്റിക്കൊണ്ടുപോയ ഡോക്ടർ തസ്തികകൾ പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് നഗരസഭാ അധികൃതരും ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ആരോഗ്യവകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടും ഇതേവരെ തുടർ നടപടികളുണ്ടായിട്ടില്ല. പാലാ ജനറൽ ആശുപത്രിയിലെ ഹൃദ്രോഗ വിഭാഗം ഡോക്ടറെ ഉടൻ നിയമിക്കണമെന്നും പാവപ്പെട്ട രോഗികളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെയും നഗരസഭയുടെയും ഇടപെടലുകൾ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.